ഹിന്ദു മതം എന്ന് പറഞ്ഞിട്ടൊരു മതം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല, ഉണ്ടാക്കപ്പെട്ടതാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത് ജാതീയതയാണ്. ഇപ്പൊ നിയമസഭയിൽ 3 സീറ്റ് പുതുതായിട്ട് BJP കിട്ടിയാൽ അതിനെ വേണ്ടത്ര നമ്മുടെ ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് പ്രതിരോധിക്കാനായോ എന്നുള്ള ചോദ്യം ഉയർത്തേണ്ട സന്ദർഭമാണ്. ഈ കേരളം ഇന്ന് മതനിരപേക്ഷതയുടെ ഒരു സംരക്ഷിത തുരുത്തായി, മതവർഗീയ ശക്തികൾക്ക് വേണ്ടത്ര സ്വാധീനം കിട്ടാത്തൊരു ഇടമായി എന്തുകൊണ്ട് നിലനിൽക്കുന്നു? വളരെ പ്രസക്തമായിട്ട ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. അത് കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ പോരാട്ടമാണ്. CPIM RSS സമൂഹത്തിൽ നുഴഞ്ഞു കയറാൻ വേണ്ടി നടത്തിയിട്ടുള്ള കായികമായിട്ടുള്ള ആക്രമണങ്ങളെ ജനങ്ങളെ അണിനിരത്തി ചെറുത്തതിന്റെ പേരിൽ ഈ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രക്തസാക്ഷികൾ. അതിനെ കണ്ണൂരിലെ നേതാക്കന്മാരുടെ എന്തോ ഒരു സ്വഭാവത്തിന്റെ ഭാഗമായി ചിത്രീകരിച്ചു വലതുപക്ഷ മാധ്യമങ്ങൾ. അവരുടെ പ്രചരണം എന്തായിരുന്നു? CPM-ഉം RSS-ഉം തമ്മിൽ ഡീൽ. ജനസംഘവുമായി കോൺഗ്രസും ലീഗും നടത്തിയിട്ടുള്ള ചർച്ചകൾ അതിന്റെ അടിസ്ഥാനപ്പെടുത്തി പട്ടാമ്പി മണ്ഡലത്തിൽ നോമിനേഷൻ കൊടുത്ത ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥി P. മാധവമേനോൻ ഒരു ഘട്ടത്തിയപ്പോൾ പിൻവലിക്കുന്നതിന് പറഞ്ഞ കാരണം എന്താണ്? കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള EMS-നെ തോൽപ്പിക്കണമെന്നാണ്. അപ്പൊ അന്നേ ഡീലുണ്ട്. എന്നിട്ട് ആ ഡീല് മറിച്ച് വലതുപക്ഷവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കേരളത്തെ ആ ഇടതുപക്ഷത്തിന്റെ പക്ഷത്തേക്ക് സാധാരണക്കാരെ കൊണ്ടുവരാനുള്ള ദൗത്യം നമ്മൾ ഏറ്റെടുക്കും. ഞാനൊരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകനാണ്, ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പൊ ആ നിലക്ക് വർത്തമാനകാലം നമ്മോട് ആവശ്യപ്പെടുന്ന കടമ നിർവഹിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പഠന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പല പ്രധാനപ്പെട്ട പണ്ഡിതന്മാരുമായിട്ട് ചർച്ച ചെയ്യാൻ ഇടയായിട്ടുണ്ട്. ഇത് ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിലൊരാളാണ് ഡോക്ടർ ബിനിൽ പോൾ. അദ്ദേഹം കേരളത്തിലെ ജാതി അടിമകളെപ്പറ്റി പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ്. നിങ്ങൾക്കറിയാം, കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി കറുപ്പത്തോട്ടം അല്ലേ, പ്രശസ്തമാണ്. ആ അഞ്ചരക്കണ്ടിയിൽ കൊണ്ടുവന്ന അടിമകളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലാണ്. അടിമ ജീവിതം ഉണ്ടായിരുന്നു. അപ്പോൾ മഹത്തായ സുവർണകാലം എന്നൊക്കെയാണല്ലോ ഹിന്ദുത്വവാദികൾ ഭാരതീയ സംസ്കാരത്തെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെയാണല്ലോ ഇപ്പൊ പറയുന്നത്, മഹത്തായ സുവർണകാലം. അതുപോലെ തന്നെ വലിയ നിലക്ക് നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിച്ച മഹത്തായ ഭൂതകാലം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ അവതരിപ്പിക്കുന്നത്. അപ്പൊ ആ മഹത്തായ ഭൂതകാലത്തിൽ തീർച്ചയായിട്ടും മഹത്തരമായ പല കാര്യങ്ങളുണ്ട്. അതേസമയം തെറ്റായിട്ടുള്ള പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട്, നിഷേധ പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഹിന്ദു മതം എന്ന് പറഞ്ഞിട്ടൊരു മതം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല, ഉണ്ടാക്കപ്പെട്ടതാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത് ജാതീയതയാണ്. അതിന്റെ ചരിത്രമൊക്കെ ഇതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. അവയെക്കുറിച്ചൊന്നും വിശദമായി ഞാൻ കടന്നു പോകുന്നില്ല. ഈ പുസ്തകത്തിൽ മാത്രമല്ല, ജാതീയതയെക്കുറിച്ച് ഒട്ടേറെ ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ് ഹിന്ദുത്വം മതത്തെ ദുരുപയോഗം ചെയ്യുന്നത്. മതവിശ്വാസികളെ വർഗീയവാദത്തിലേക്കും മതരാഷ്ട്രവാദത്തിലേക്കും തെറ്റായി നയിക്കുന്നത് കൃത്യമായൊരു ആസൂത്രണത്തോടു കൂടിയാണ്. പക്ഷെ നമ്മുടെ കേരളം അതിനെ പ്രതിരോധിച്ച് നിന്നിട്ടുള്ള ഒരു സംസ്ഥാനം കൂടിയാണ്. നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ പലയിടത്തും ഹിന്ദുത്വം രാഷ്ട്രീയ അധികാരം നിലനിർത്തിയതും നേടിയതുമൊക്കെ കൃത്യമായ സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെയാണ്. കേരളത്തിലും ആ പദ്ധതി വർഷങ്ങളായി അവർ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിയമസഭയിൽ 3 സീറ്റ് പുതുതായിട്ട് BJP കിട്ടിയാൽ ഇടപെടലിന്റെ ഫലമാണ്. അതിനെ വേണ്ടത്ര നമ്മുടെ ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് പ്രതിരോധിക്കാനായോ എന്നുള്ള ചോദ്യം ഉയർത്തേണ്ട സന്ദർഭമാണ്. തീർച്ചയായിട്ടും അതിന് സഹായകരമായിട്ടൊരു പുസ്തകമാണിത്. നേരത്തെ പ്രകാശന കർമ്മം നിർവഹിച്ചുകൊണ്ട് പിണറായി നടത്തിയ പ്രസംഗത്തിൽ ഹിന്ദുത്വം മാത്രമല്ല ഇസ്ലാമിന്റെ പേരിലും ഇപ്പോ ജനങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട്. 2024 മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച എൻ്റെ പുസ്തകം നിങ്ങളിൽ പലരും വായിച്ചിരിക്കും. കേരളം, മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം.
അതിനകത്ത് ഇസ്ലാമിക വിശ്വാസികളെ എങ്ങനെയാണ് വഴിതെറ്റിക്കുന്നത് എന്ന് കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അതേപോലെ അത് വലിയ നിലക്ക് ചർച്ചയായി അല്ലേ. അതിന്റെ പുസ്തക പ്രകാശന ചടങ്ങ് കോഴിക്കോട് സഖാവ് പിണറായി തന്നെ നിർവഹിക്കുന്ന അവസരത്തിൽ തൊട്ടപ്പുറത്ത് പുസ്തകത്തിന്റെ കവർ കത്തിച്ചു. അപ്പൊ അതോടുകൂടി പുസ്തകത്തിന് വലിയ പ്രചാരം കിട്ടി, നല്ല നിലക്ക് സർക്കുലേഷൻ ഉണ്ടായി. എനിക്ക് തോന്നുന്നു 5 പതിപ്പ് അത് പുറത്തിറങ്ങി. ഈ പുസ്തകത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു വർഷമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാൻ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള സൗകര്യവും കിട്ടിയല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായി കേരളത്തിലെ പലയിടങ്ങളിലും സന്ദർശിക്കാൻ കഴിഞ്ഞു, പലരുമായും ചർച്ച ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുസ്തകം രചിച്ചിട്ടുള്ളത്. അപ്പൊ ഈ പുസ്തക രചനയ്ക്ക് വേണ്ടി പല ഭാഗത്തും പോയിട്ടുള്ള അനുഭവം വിനിൽ പോൾ ഇവിടെ പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ കേരളത്തിൽ RSSന്റെ ശാഖാപ്രവർത്തനം ആരംഭിക്കുന്നത് 1942-ലാണ്. ഇന്ന് ചെറിയ ശാഖയാണ് കോഴിക്കോട്. ഇപ്പോ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ശാഖാപ്രവർത്തനം നടത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ അവർക്ക് വേണ്ടത്ര രാഷ്ട്രീയ മേഖലയിൽ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇപ്പൊ 3 സീറ്റല്ലേ BJP കിട്ടിയിരുന്നു. അതിനേക്കാൾ സീറ്റ് അവർ പ്രതീക്ഷിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവര് കാര്യങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷെ ഉദ്ദേശിച്ച നിലക്ക് വിജയിച്ചില്ല. എന്തുകൊണ്ട്? ഈ കേരളം ഇന്ന് മതനിരപേക്ഷതയുടെ ഒരു സംരക്ഷിത തുരുത്തായി, മതവർഗീയ ശക്തികൾക്ക് വേണ്ടത്ര സ്വാധീനം കിട്ടാത്തൊരു ഇടമായി എന്തുകൊണ്ട് നിലനിൽക്കുന്നു? വളരെ പ്രസക്തമായിട്ട ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. അത് കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ പോരാട്ടമാണ്, CPIM. ഇപ്പൊ ഈ പുസ്തക പ്രകാശന ചടങ്ങിനെ പറ്റി ഞങ്ങൾ ആലോചിച്ചപ്പോ തീർച്ചയായിട്ടും നമുക്ക് രക്തസാക്ഷി കുടുംബങ്ങളെ ക്ഷണിക്കണം. RSS സമൂഹത്തിൽ നുഴഞ്ഞു കയറാൻ വേണ്ടി നടത്തിയിട്ടുള്ള കായികമായിട്ടുള്ള ആക്രമണങ്ങളെ ജനങ്ങളെ അണിനിരത്തി ചേർത്തതിന്റെ പേരിൽ ഈ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രക്തസാക്ഷികൾ. അതിനെ കണ്ണൂരിലെ നേതാക്കന്മാരുടെ എന്തോ ഒരു സ്വഭാവത്തിന്റെ ഭാഗമായി ചിത്രീകരിച്ചു വലതുപക്ഷ മാധ്യമങ്ങൾ. വലതുപക്ഷ മാധ്യമങ്ങൾ മാത്രമല്ല, ചിലർക്കും തെറ്റിദ്ധാരണയുണ്ടായി ഇതൊക്കെ ഏതോ നേതാക്കന്മാരുടെ മനസ്സിൽ ഉദിച്ച ബുദ്ധിയാണ്. ഈ സംഘർഷം അല്ല. കേരളത്തിൽ 14 ജില്ലകളുള്ളതിൽ 13 ജില്ലകളിലും, വയനാട് ഒഴികെ എല്ലാ ജില്ലകളിലും CPMന്റെ സഖാക്കളാണ് RSSനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ജീവാർപ്പണം ചെയ്യേണ്ടി വന്നു. 13 ജില്ലകൾ. നേരത്തെ ചിന്ത പ്രസിദ്ധീകരിച്ച സംഘർഷങ്ങളുടെ രാഷ്ട്രീയം എന്ന പുസ്തകത്തിൽ, ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നവരെ 2004 എനിക്ക് ഓർമ്മ. അപ്പൊ അതിലെ ഓരോ ജില്ലയിലെയും രക്തസാക്ഷികളെ സംബന്ധിച്ചതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനെ എങ്ങനെയാണ് വലതുപക്ഷ മാധ്യമങ്ങൾ ചിത്രീകരിച്ചത്? CPM RSS സംഘർഷം എങ്ങനെയാണ്? ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്തായിരുന്നു? CPM RSS ഡീൽ. ഇതാണ് മോദിയും പിണറായിയും തമ്മിൽ ഡീൽ, BJPയും CPM തമ്മിൽ ഡീൽ എന്നാണ്. ഈ പുസ്തകത്തില് ആ ഡീലിന്റെ കഥയുണ്ടല്ലോ. ആ കഥ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് ഞാനതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും സമയമില്ലാത്തത് കൊണ്ട് കടന്നു പോകുന്നില്ല. 1960 നിങ്ങൾ നോക്കണം, ഈ തെരഞ്ഞെടുപ്പില് ഇടതുപക്ഷത്തിന് കനത്ത തോൽവിയുണ്ടായി. ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന പലരും വലിയ നിലക്കുന്ന നിരാശയിലാണ്. അപ്പൊ ആ നിരാശക്കടിയായിട്ടുള്ള ഒരു വലതുപക്ഷത്തിന്റെ ഇടപെടൽ, അവരുടെ പ്രചരണം എന്തായിരുന്നു? CPMഉം RSSും തമ്മിൽ ഡീൽ. കണ്ണൂരിലെ സംഘർഷം അവസാനിപ്പിക്കാൻ വേണ്ടി ചില നേതാക്കന്മാർ കൂടാരവിനാണ് എന്നൊക്കെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1957 തെരഞ്ഞെടുപ്പ്, ചരിത്രത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ 1957 തെരഞ്ഞെടുപ്പ് കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നു. 114 സീറ്റുള്ള നിയമസഭയിൽ 60 സീറ്റുകൾ നേടി ഒന്നായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ. പക്ഷേ വോട്ട്
35% മാത്രമായിരുന്നു അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. വലതുപക്ഷം ഭിന്നിച്ചു മത്സരിച്ചു. ആ ഗവൺമെന്റിനെ പുറത്താക്കാൻ വേണ്ടി തെരുവിലിറങ്ങി പോരാട്ടം നടത്തി ആര്? പിന്തിരിപ്പൻ ശക്തികൾ. അതിന്റെ അടിസ്ഥാനത്തിൽ EMS ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു. 60 തെരഞ്ഞെടുപ്പാണ്. 1960 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഒന്നായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് കൂടി, പക്ഷെ സീറ്റ് കുറഞ്ഞു. അപ്പുറത്ത് എന്താ സംഭവിച്ചത്? 57 ഭിന്നിച്ചു മത്സരിച്ച കേരളത്തിലെ വലതുപക്ഷം മുക്കൂട്ട് മുന്നണിയാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. ഈ പുസ്തകത്തില് കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. പുസ്തകത്തിൽ എൻ്റെ മുസ്ലിം രാഷ്ട്രീയം ഇസ്ലാം എന്നുള്ള പുസ്തകത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, 60 തെരഞ്ഞെടുപ്പ് സമയത്ത് EMS മത്സരിച്ചത് പട്ടാമ്പി മണ്ഡലത്തിലാണ്. നീലേശ്വര മണ്ഡലത്തിലാണ് 57 മത്സരിച്ച് മുഖ്യമന്ത്രിയായതെങ്കിൽ 60 EMS മത്സരിച്ചത് പട്ടാമ്പി മണ്ഡലത്തിലാണ്. ആ പട്ടാമ്പി മണ്ഡലത്തിൽ മത്സരിച്ച EMSനെ തോൽപ്പിക്കാൻ അന്നത്തെ RSSന്റെ രാഷ്ട്രീയ പാർട്ടിയായിട്ട് ജനസംഘവുമായി കോൺഗ്രസും ലീഗും നടത്തിയിട്ടുള്ള ചർച്ചകൾ അതിന്റെ അടിസ്ഥാനപ്പെടുത്തി പട്ടാമ്പി മണ്ഡലത്തിൽ നോമിനേഷൻ കൊടുത്ത ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥി P. മാധവമേനോൻ ഒരു ഘട്ടത്തിയപ്പോൾ പിൻവലിച്ചു. പിൻവലിക്കുന്നതിന് പറഞ്ഞ കാരണം എന്താണ്? കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള EMSനെ തോൽപ്പിക്കണം. അപ്പൊ അന്നേ ഡീലുണ്ട്. എന്നിട്ട് ആ ഡീല് മറച്ചു വെക്കുക. 91 ഡീല് മറച്ചു വെക്കുക. കോലീബി സഖ്യം മറച്ചു വെക്കുക. CPMന്റെ 215 സഖാക്കൾ ജീവാർപ്പണം ചെയ്തുകൊണ്ട് RSS പോലെയുള്ള ശക്തികൾക്ക് കേരളത്തെ കീഴ്പ്പെടുത്താൻ നടത്തിയിട്ടുള്ള പരിശ്രമത്തെ ചെറുത്തുകൊണ്ട് നാം കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയിട്ടുള്ള പോരാട്ടത്തെ അത് താഴോട്ട് ആക്കുക, അത് ചർച്ച ചെയ്യപ്പെടാതിരിക്കുക. എന്നിട്ടോ ഡീൽ സംബന്ധിച്ചുള്ള പ്രചരണത്തിന് മേൽക്കൈ കിട്ടുക. അതിന് വലതുപക്ഷം മാധ്യമങ്ങൾ ഒക്കെ നടത്തിയിട്ടുള്ള ശ്രമം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ പുസ്തകത്തിലെ അധ്യായങ്ങളിലെ പ്രധാനപ്പെട്ട ഉള്ളടക്കം സംബന്ധിച്ച് തന്നെ പ്രകാശനം നിർവഹിച്ചുകൊണ്ട് സഖാവ് പിണറായി ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. അതുകൊണ്ട് പുസ്തക പരിചയം നടത്താൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള KT കുഞ്ഞിക്കണ്ണന് അധികം സമയം ചെലവഴിക്കേണ്ടി വന്നില്ല. അതൊക്കെ സഖാവ് പിണറായി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പുസ്തകം ചർച്ച ചെയ്യാം. അതാണ് KT കുഞ്ഞിക്കണ്ണൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ചർച്ചകൾ നമ്മൾ നാട്ടിൻപുറത്ത് സംഘടിപ്പിക്കണം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്താണ്? വലതുപക്ഷം കൂടുതൽ ശക്തിപ്പെട്ടിരിക്കുന്നു എന്നതാണ്. വലതുപക്ഷം ഒത്തുചേർന്ന് 10 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തെ ഇല്ലാതാക്കിയിരിക്കും. അപ്പോ കമ്മ്യൂണിസ്റ്റുകാരുടെയും പുരോഗമനവാദികളുടെയും ഉത്തരവാദിത്തം എന്താണ്? ഇടതുപക്ഷവൽക്കരണം. വലതുപക്ഷവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കേരളത്തെ ആ ഇടതുപക്ഷത്തിന്റെ പക്ഷത്തേക്ക് സാധാരണക്കാരെ കൊണ്ടുവരാനുള്ള ദൗത്യം നമ്മൾ ഏറ്റെടുക്കും. തീർച്ചയായിട്ടും ആ ദൗത്യം ഏറ്റെടുക്കുന്നതിന് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം വളരെ പ്രധാനമാണ്. കേരളത്തിലെ വലതുപക്ഷവൽക്കരണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം സ്വത്വ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുക എന്നതാണ്. സ്വത്വ രാഷ്ട്രീയം, ഹിന്ദുത്വ രാഷ്ട്രീയം, ഇപ്പുറത്തെ ഇസ്ലാമിക വൽക്കരണം, അതാണ് മുസ്ലിം ഏകീകരണം. ഇങ്ങനെയൊക്കെയാണ് ശ്രമിക്കുന്നത്. ഇതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഇടതുപക്ഷ വിരുദ്ധത ഉൽപ്പാദിപ്പിക്കുക, അതിനെ അടിസ്ഥാനപ്പെടുത്തി വലതുപക്ഷത്തോടൊപ്പം ചേരുക. അതുകൊണ്ട് ഈ വലതുപക്ഷവൽക്കരണത്തിനെതിരായിട്ടുള്ള കേരളത്തിന്റെ പോരാട്ടങ്ങൾ അതിശക്തമായി തുടരുന്നതിന് വർഗീയ ശക്തികൾക്കെതിരായിട്ടുള്ള ആശയ സമരം വളരെ പ്രധാനമാണ്. അതിന് ചെറിയൊരു സഹായം ഈ പുസ്തകം വഴി ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ വായനാ സമൂഹം തയ്യാറാവണം. ഇടതുപക്ഷ ജനാധിപത്യ പുരോഗമന ശക്തികൾ അതിനുവേണ്ടി മുൻകൈയെടുക്കണം. അതിന് സഹായകരമായിട്ടൊരു ഗ്രന്ഥമാണ് ഇവിടെ പ്രകാശനം ചെയ്തിട്ടുള്ളത്. ഇത് ആ നിലക്ക് ഏറ്റെടുക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഇന്ന് ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും ഹൃദയംഗമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.